SFI KSU സംഘട്ടന കേസിലാണ് അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെ കൊടും കുറ്റവാളികളെ കറുത്ത തുണി കൊണ്ട് തലമുടി കൈവിലങ്ങും അണിയിച്ച് കൊടും കുറ്റവാളികളെ പോലെ പോലീസ് എത്തിച്ചത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പ്രതിഷേധിച്ചാണ് KSU പ്രവർത്തകർ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തുന്നത്. കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യമുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമുക്ക് അല്പസമയത്തിനുള്ളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, ഇതിലിപ്പോൾ പ്രവർത്തകർ ഉണ്ട്, വലിയ പ്രതിഷേധം ഇവർ നടത്തുന്നുണ്ട്. എന്നാൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടയുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ പിരിഞ്ഞു പോകാൻ ഈ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. കൂടുതൽ പ്രവർത്തകർ ഇനി ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട്. എന്നാൽ ഈ പ്രതിഷേധത്തിൽ നിന്ന് ഇവർ പിന്മാറാൻ യാതൊരു സാധ്യതയുമില്ല. പ്രവിധ പ്രതിഷേധത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാനില്ല എന്ന് KSUവും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും വ്യക്തമാക്കി കഴിഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ഇന്ന് KSU ജില്ലാ നേതൃത്വത്തിന്റെ കീഴിൽ ഇന്ന് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചത്. ഏകദേശം 12 മണിയോടുകൂടി ആരംഭിച്ച മാർച്ച് 12ഓടുകൂടി അക്രമാസക്തമാകുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചു, അതോടൊപ്പം വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ കോലം കത്തിച്ചു, കൊടി വലിച്ചെറിഞ്ഞു, ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ജലപീരങ്കി ഉപയോഗിക്കുന്നത്. പോലീസ് ഇപ്പോൾ 4-5 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഇതുവരെ പ്രവർത്തകർ തിരിഞ്ഞു പോകാനോ മറ്റിടങ്ങളിലേക്ക് മാറാനോ തയ്യാറായിട്ടില്ല. കാരണം അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം വടക്കാഞ്ചേരി SHO ഷാജഹാനെതിരെ നടപടി വേണമെന്നുള്ളതാണ്. അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്നവർ വ്യക്തമാക്കുന്നു. പോലീസിന്റെ ഈ നരനായാട്ട് പ്രത്യേകിച്ച് KSU പ്രവർത്തകരോടും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടും തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമരത്തിന് വരുന്ന ആളുകളെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ച് അവരെ കേസിൽ കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതൊന്നും ഒരു കാലത്തും അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിലാണ് KSU പ്രവർത്തകരുള്ളത്. ഇന്നലെ തന്നെ ഉണ്ടായത് കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു സാഹചര്യമാണ്. കാരണം മുൻപും കേരളത്തിൽ വിദ്യാർത്ഥി സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നും പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇല്ലാത്ത ഒരു മോഡിഫിക്കേഷൻ എന്തിനാണ് ഇപ്പോൾ എന്ന് KSU പ്രവർത്തകർ ചോദിക്കുന്നു. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ ഇന്നലെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയത് മുഖംമൂടി ധരിച്ചാണ്. പോലീസ് അതിന് പറഞ്ഞ ന്യായം ഈ കേസിലെ പ്രതികളെ ഈ വാദി തിരിച്ചറിഞ്ഞിട്ടില്ല, ഈ പരാതിക്കാരൻ തിരിച്ചറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രൊസീജിയർ നിലനിൽക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഇവരുടെ മുഖം മാധ്യമങ്ങൾക്ക് മുൻപിലോ അല്ലെങ്കിൽ മറ്റു പൊതുസമൂഹത്തിന് മുൻപിലോ വെളിപ്പെടുത്താനാകില്ല. അതുകൊണ്ടാണ് മുഖംമൂടി ധരിപ്പിച്ച് എത്തുന്നതെന്നാണ് നേരത്തെ ഇത്തരം കേസുകൾ, അതായത് മുഖംമൂടി ധരിപ്പിച്ച് പ്രതികളെ കോടതിയിൽ എത്തിക്കുക എന്നുള്ളത് നടപടിക്രമമാണ്. പക്ഷേ അത് പലപ്പോഴും ഈ ക്രൂര കൊലപാതകം ചെയ്ത ആളുകളെയോ അല്ലെങ്കിൽ തീവ്രവാദ കേസിൽ പ്രതികളായ ആളുകളെയൊക്കെയാണ് അത്തരത്തിൽ മുഖംമൂടി ധരിപ്പിച്ച് എത്തിക്കാറുള്ളതെന്നാണ് ഈ കോൺഗ്രസും KSU ഒക്കെ ആരോപിക്കുന്നത്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘർഷത്തിൽ ഏർപ്പെട്ട ആളുകളെ ഇങ്ങനെ മുഖംമൂടി ധരിപ്പിച്ചെത്തി അതൊരു തെറ്റായ സന്ദേശം പൊതുസമൂഹത്തിന് മുൻപിൽ നൽകുക, മനഃപൂർവ്വമായി ചില ആശങ്കകൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് പോലീസ് പെരുമാറിയത്. CPIM-ന് വേണ്ടി വടക്കാഞ്ചേരി പോലീസ് SHO ഷാജഹാൻ ആ പണി കൃത്യമായി എടുക്കുന്നു. അതിനി അനുവദിക്കാനാവില്ല. ഷാജഹാനെതിരെ നടപടി വേണം, ഷാജഹാൻ സർവീസിൽ നിന്ന് പുറത്താക്കണം എന്നടക്കമുള്ള ആവശ്യങ്ങളാണ് ഇപ്പോൾ KSU മുന്നോട്ട് വെക്കുന്നത്. 6ാമത്തെ തവണയാണ് ജലപീരങ്കി ഇപ്പോൾ പ്രയോഗിക്കുന്നത്. ഈ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷന് മുൻപിൽ ഒരു 100 മീറ്റർ ഇപ്പുറത്ത് വെച്ചാണ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞ് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി. പക്ഷേ ആ പ്രവർത്തകർ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ ജലപീരങ്കി ഉപയോഗിക്കുന്നു. എന്നിട്ടും അവർ പിരിഞ്ഞു പോകുന്നില്ല. ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ, ഒരു സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം KSU പറയുന്ന പ്രധാനപ്പെട്ട കാര്യം പോലീസ് പിണറായി വിജയന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്നു, അത് CPIM-ന് ചട്ടുകമായി പ്രവർത്തിക്കുന്നു. സമരം ചെയ്യുന്ന KSU പ്രവർത്തകരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും കള്ളക്കേസിൽ കുടുക്കി സ്റ്റേഷനിൽ കൊണ്ടുപോയി അകാരണമായി മർദ്ദിക്കുന്നു. നേരത്തെ കോൺഗ്രസിന് സമാനമായ ആരോപണം ഉണ്ടായിരുന്നല്ലോ. മറ്റൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ തല്ലിച്ചതച്ചതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം അത് കഴിഞ്ഞ ആഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ KSU പ്രവർത്തകരെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കുന്നത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു വിഷയം അത് അവരുടെ അഭിമാന പ്രശ്നം കൂടിയായി മാറുകയല്ലേ വിഷ്ണു? അങ്ങനെയെങ്കിൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കാനല്ലേ സാധ്യത? പ്രവിധ, പോലീസിനെതിരെ ശക്തമായ സമരത്തിന് കോൺഗ്രസ് തയ്യാറെടുക്കുന്നുവെന്ന് നേരത്തെ തന്നെ VD സതീശനടക്കമുള്ള ആളുകൾ പറഞ്ഞതാണ്. അതായത് നേരത്തെ കേരളം കണ്ടിട്ടില്ലാത്ത സമര രീതിയിലേക്ക് ഞങ്ങൾ പോകും എന്ന മുന്നറിയിപ്പാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് ഈ പോലീസ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് കുന്നംകുളത്തെ കസ്റ്റഡി മർദ്ദനമാണ്. ആ മർദ്ദനത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിക്കുന്ന ദൃശ്യം അത് ഭയാനകമായിരുന്നു, നടുക്കുന്നതായിരുന്നു. അതിരൂക്ഷ മർദ്ദനം, അതിക്രൂരമായ മർദ്ദനമൊക്കെ കണ്ടു. അതിന് പിന്നാലെയാണ് ഈ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസും KSU ഒക്കെ പ്രതിഷേധം ആരംഭിച്ചത്. അതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ ഈ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് പോലീസ് ഒറ്റതിരിഞ്ഞ് ഈ KSU പ്രവർത്തകരെയും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും മറികടന്ന പ്രവർത്തകർ മുന്നിലേക്ക് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പോലീസ് അവിടെ
നിൽക്കുന്നുണ്ട്, ഇവരെ തടയാനായി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ജലപീരങ്കി കൊണ്ടൊന്നും ഈ KSU പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. അധികം പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഉള്ളവർ വലിയ പ്രതിഷേധം തന്നെ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഇവർ ഈ സമരത്തിൽ നിന്നും പ്രക്ഷോഭത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പോലീസിന് തൊട്ടരികിൽ എത്തിയിരിക്കുകയാണ് KSU പ്രവർത്തകർ. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം ഉണ്ടാകുമെന്ന് മുൻപ് തന്നെ കോൺഗ്രസും KSUവും അറിയിച്ചതാണ്. ഇത് ഇപ്പോൾ ഗ്രനേഡ് പ്രയോഗം കൂടി നടത്തിയിരിക്കുന്ന പോലീസ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷ്ണു, എന്താണ് സംഭവിക്കുന്നത്? ക്ഷമിക്കണം, കണ്ണീർ വാതകം. പ്രതിഷേധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ് പോലീസ്. ഈ ബാരിക്കേഡ് മറികടന്ന് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ വിഷ്ണുവിന് അവിടെ നിൽക്കാൻ സാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ പിരിച്ചുവിടാനായി കണ്ണീർ വാതകം പ്രയോഗിച്ചിരിക്കുകയാണ്. അത്ര വലിയ പ്രതിഷേധമാണ് അവിടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നും മനസ്സിലാക്കുകയാണ്. SFI KSU സംഘടന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായ 3 KSU പ്രവർത്തകരെ കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് തലമുടിയും കൈവിലങ്ങ് അണിയിച്ചും പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം തന്നെ ഈ പോലീസിന്റെ നടപടിയെ മജിസ്ട്രേറ്റ് തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തിനാണ് വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ കൊണ്ടുവന്നത് എന്നായിരുന്നു പോലീസിനോട് കോടതിയുടെ ചോദ്യം. SHO UK ഷാജഹാനോടാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. എന്തായാലും ജില്ലാ പോലീസ് മേധാവി വഴി തിങ്കളാഴ്ച റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് KA അസ്ലം എന്നിവരെയാണ് കറുത്ത തുണി കൊണ്ട് മൂടി മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. ഇങ്ങനെ തുണികൊണ്ട് തലമുടേണ്ട സാഹചര്യം എന്താണെന്നാണ് കോടതി ചോദിച്ചത്. തിരിച്ചറിയൽ പരേഡ് വേണ്ടതിനാലാണ് മുഖം മൂടിയത് എന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. എന്നാൽ FIR-ൽ പേര് രേഖപ്പെടുത്തിയ പ്രതികളെയാണ് ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി എന്നും മനസ്സിലാക്കുന്നുണ്ട്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് VS സുജിത്തുമായി ബന്ധപ്പെട്ട കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സമയത്തും ഷാജഹാൻ തന്നെയായിരുന്നു SHO എന്നും പരാതിയിലുണ്ട് എന്നും മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ അവിടെ വലിയ പ്രതിഷേധം നടക്കുകയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് സമീപം എന്ന് മനസ്സിലാക്കുന്നു. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ ഈ KSU പ്രവർത്തകർ തയ്യാറായിട്ടില്ല. കോൺഗ്രസിന്റെ വിവിധ സംഘടനകളുടെ ഭാഗത്തുനിന്ന് സമാനമായ രീതിയിലുള്ള വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതെന്താണെങ്കിലും വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് KSU തീരുമാനിച്ചിരിക്കുന്നത്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പലതവണ പോലീസ് ശ്രമിച്ചിരുന്നു എങ്കിലും അത് നടന്നില്ല. പിന്നീട് ബാരിക്കേഡ് മറികടന്ന ഇവർ പോലീസിന് സമീപത്തേക്ക് എത്തിയപ്പോഴാണ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. വിഷ്ണു സുരേഷ് ഒരിക്കൽ കൂടി ചേരുകയാണ്. വിഷ്ണു, കണ്ണീർ വാതകം പ്രയോഗിച്ചതോടെ പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ടോ? കണ്ണീർ വാതകം പ്രയോഗിച്ചതോടെ അവിടെ ആർക്കും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് ഇത്തരത്തിൽ KSU പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.